മാംഗല്യം. രചന അവതരണം നന്ദു കൃഷ്ണ. കരണം പുകയുന്ന പോലെയുള്ള വേദനയിൽ നിലത്തുനിന്ന് എഴുന്നേൽക്കാൻ പറ്റാതെ ശാരദ കണ്ണുകൾ ചുറ്റും പരതി. അവരുടെ ആ വീഴ്ചയും കിടപ്പും കണ്ട് ഒന്ന് രണ്ട് പെണ്ണുങ്ങൾ ഓടിപ്പോയി അവരെ താങ്ങിപ്പിടിച്ചു. എന്നാലും എന്തൊരു സ്ത്രീയാണ്! സ്വന്തം മോളെപ്പറ്റിയാണോ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത്? ഒരു തള്ള തന്നെ സ്വന്തം മോളെപ്പറ്റി ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ സത്യം തന്നെ ആയിരിക്കും. മിക്കവാറും ഉണ്ടല്ലോ, ഈ ചെറുക്കൻ വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇവളെ. കാണാനും സുന്ദരൻ, അതുപോലെ മുതലും കാണും. അതല്ലേ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് കുടുംബക്കാര് പറഞ്ഞുറപ്പിച്ച കല്യാണം പോലും വേണ്ടെന്ന് വെച്ച് അവള് പോയി ആ കിളവൻ തന്തയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത്. അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം എന്ന് പറയുന്ന പോലെ നിമിഷ നേരം കൊണ്ട് ക്ഷേത്രത്തിൽ നിന്നവരത്രയും മണിക്കുട്ടിയെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിച്ചത്. എല്ലില്ലാത്ത നാവിൻ തുമ്പുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തോന്നിവാസം വിളിച്ചു പറയാനാണ് എല്ലാരും കൂടി ഇവിടെ നിൽക്കുന്നതെങ്കിൽ ഇവൾക്ക് കൊടുത്തതിന്റെ ബാക്കിയാവും നിങ്ങൾക്ക് ഞാൻ തരിക. ചുറ്റുപാട് നിൽക്കുന്ന പലരും പലതും പറയുന്ന കേട്ടതും ശാരദയുടെ നേരെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് തന്നെ സീത മറ്റുള്ളവരെയും ചൂണ്ടുവിരലിൽ പേടിപ്പിച്ചു നിർത്തി. അവരുടെ ആ വിരട്ടലിൽ ചുറ്റും നിന്ന് എല്ലാവരും നിശബ്ദരായെങ്കിലും ആരും പൂച്ചം പൂച്ചം പറയുന്നതൊന്നും നിർത്തിയില്ല. അതേസമയം കേട്ട കാര്യങ്ങളുടെ ഷോക്കിലായിരുന്നു ഹരിയും മണിക്കുട്ടിയും. നീ നീ ആളെ കൊണ്ട് എന്നെ തല്ലിച്ചു അല്ലേ? സ്വന്തം അമ്മയെ തല്ലുന്ന കണ്ടിട്ടും നിനക്കൊന്നും പറയാനില്ലല്ലേ? നിന്നെയൊക്കെ എന്തിനാടി ഞാൻ കഷ്ടപ്പെട്ട് 10 മാസം ചുവന്ന് പ്രസവിച്ചത്? ഇതുപോലൊരു വത്ത് പുറത്തേക്ക് വന്നെന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വയറ്റിൽ വെച്ച് തന്നെ വല്ലതും കഴിച്ചു തന്നെ അങ്ങ് നശിപ്പിച്ചേനെ. ദേ, ഇനി ഒരക്ഷരം നിങ്ങൾ ഈ പെണ്ണിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. അപ്പോഴേക്കും ആരൊക്കെ വന്ന് സീതയെ വട്ടം കയറി പിടിച്ചിരുന്നു. ഇതേ സമയം ആകെ തളർന്ന രീതിയിൽ നിന്നവളുടെ തോളിലൂടെ ചേർത്ത് പിടിച്ചു നിൽക്കുകയായിരുന്നു കൈമളുമാഷ്. ഇന്ദ്രനെയും അജിത്തിനെയും കൊണ്ടുപോയ കാര്യത്തിൽ പോലീസിനോട് എന്തോ പറയാൻ പോയതുകൊണ്ട് തന്നെ ശ്രീധരനും ആൽബിയും തിരിച്ചു വന്നപ്പോൾ കേട്ട കാര്യങ്ങളിൽ അമ്പരന്ന് നിൽക്കുകയായിരുന്നു ആ നിമിഷം. കൈമളെ, ശാരദ പറയുന്നതൊക്കെ കേട്ട് ആകെ തളർന്ന് നിലത്ത് പടച്ചിരിക്കുന്നവളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശ്രീധരൻ വിളിച്ചതും അതുവരെ മണിക്കുട്ടി ശ്രദ്ധിക്കാത്തതിൽ കൈമളിനും വല്ലാത്തൊരു സങ്കടം തോന്നി. അയാൾ വേഗം മകനെ വിട്ട് അവൾക്കരികിലേക്ക് ഓടിച്ചെന്നു. അപ്പോഴേക്കും ഒരു കൈത്താങ്ങ് എന്ന പോലെ ആൽബി ഹരിയുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. എടാ ഹരി, നീ ചുമ്മാ ആ വിവരമില്ലാത്ത തള്ള പറയുന്ന കേട്ട് ഡെസ്പാകല്ലേ. അവർ മോൻ പോയതിന്റെ സങ്കടം നിങ്ങളെ തളർത്തി തീക്കുക തള്ള. ആ തള്ള പിന്നെയും പ്രാഗി അലച്ച് ഓരോന്ന് പറയുന്നത് കേട്ടതിന്റെ വെറുപ്പിൽ ഹരിയുടെ തോളിൽ ഒന്ന് അമർത്തി പിടിച്ചു ആൽബി. ഇതേ സമയം സീതയുടെയും ശ്രീധരന്റെയും മാഷിന്റെയും എല്ലാം ശ്രദ്ധ മണിക്കുട്ടിയിൽ മാത്രമായി. മോളെ, എടി. മുഖം പൊത്തി ആർത്തലച്ച് കരയുന്നവളെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചുകൊണ്ട് സീതയും വലിയ വായിലേക്ക് കരഞ്ഞു. മതിയടി പെണ്ണെ കരഞ്ഞത്, നീ ചുമ്മാ. മണിക്കുട്ടി, നിന്നോടാണ് ഈ കരച്ചിൽ നിർത്താൻ പറഞ്ഞത്. കൊച്ചെ, നീ മര്യാദയ്ക്ക് കരയെന്ന് നിർത്തുന്നുണ്ടോ? കണ്ണൂ. കുറച്ചു മുന്നേ ആളും വഴക്കും ബഹളവും ഒക്കെ തുടങ്ങിയപ്പോൾ മോളെ എടുത്തുകൊണ്ടുപോയ സീതയുടെ കൂട്ടുകാരി രമയുടെ കയ്യിൽ നിന്ന് കുഞ്ഞു പിടഞ്ഞ് താഴെ ഇറങ്ങിക്കൊണ്ട് മണിക്കുട്ടിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. കണ്ണു, കയ്യല്ലേ, എന്തിനാ കയ്യുന്നേ? അരി വക്കുപഞ്ഞോ? അരിനെ ഞാൻ ഇച്ചാം. കയ്യല്ലേ കണ്ണു, ഇച്ച് ബെസമം വരും. പറയുന്നതിനൊപ്പം തന്നെ കുഞ്ഞ് എല്ലാവരെയും വകഞ്ഞു മാറ്റി അവളുടെ കഴുത്തിലൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിങ്ങിക്കരയാൻ തുടങ്ങിയതും മണിക്കുട്ടി അവളെയും നെഞ്ചിലടക്കി പിടിച്ച് ശബ്ദമില്ലാതെ കരഞ്ഞു. നീ മുടിഞ്ഞു പോകത്തേ ഉള്ളടി, നീ നശിച്ചു പോകും. ഞാൻ ചത്ത് കിടന്നാൽ പോലും നിന്റെ മുഖം എനിക്ക് കാണരുത് എന്നൊക്കെ ഞാൻ എന്റെ മോനോട് പറഞ്ഞേൽപ്പിക്കും. അത്രയും വെറുപ്പായി എനിക്ക് നിന്നെ. കുടുംബം കളക്കാനുണ്ടായ നാശം. ക്ഷേത്രപ്പടി ഇറങ്ങിപ്പോകുമ്പോഴും ശാരദയുടെ നാവ് അവൾക്ക് നേരെ ശാപവർഷം പൊഴിച്ചുകൊണ്ടിരുന്നു. അത്രയും നേരം അമ്മ തന്നെ പറയുന്നതൊക്കെ കേട്ട് കരഞ്ഞുകൊണ്ടിരുന്നവൾ പക്ഷെ കുഞ്ഞ് കരയുന്ന കേട്ടതും ചുറ്റും നടന്ന മറ്റൊന്നും കേട്ടില്ല. അവരും കൂടി പോയതും ഒഴിഞ്ഞ അമ്പലപ്പറമ്പ് പോലെ വളരെ കുറച്ച് ആളുകൾ മാത്രമായി അവിടെ. അപ്പോ കല്യാണം കാണില്ല, മുടങ്ങിയല്ലേ? ഒരിക്കൽ കൂടി ഉറപ്പിക്കാൻ വേണ്ടി തിരുമേനി അവിടെ നിന്ന് എല്ലാവരോടുമായി ചോദിച്ചതും പ്രതീക്ഷിക്കാത്ത ഒരു ശബ്ദം കേട്ട് എല്ലാരും ഞെട്ടിപ്പോയി. അപ്പൂപ്പ, കല്യാണം കഴിച്ചനം. ആരും പ്രതീക്ഷിക്കാത്ത ശബ്ദം വന്നിടം നോക്കിക്കൊണ്ട് ചെന്ന എല്ലാവരും ഒരുപോലെ ഞെട്ടിപ്പോയി. പൂവേ, അടങ്ങിയിരിക്കെ, എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? സീത പെട്ടെന്ന് കുഞ്ഞിനെ വട്ടം കയറി പിടിച്ചു. വിടു മുത്തശ്ശി,
ബാ കണ്ണു, ഏച്ചേ, അരീനെ കല്യാണം കഴിച്ചേ, അരി ബാ, റൗണ്ട് റൗണ്ട് കല്യാണം കഴിച്ച. കുഞ്ഞ് സീതയെ തട്ടിമാറ്റി മണിക്കുട്ടിയെ വലിച്ചുകൊണ്ട് ഹരിയെ നോക്കി പറഞ്ഞതും ആ നേരം വരെ ദേഷ്യത്തിലും സങ്കടത്തിലും അപമാനത്തിലും പുകഞ്ഞുകൊണ്ടിരുന്നവന്റെ മുഖം കയറി ചുമന്നു. മോളെ, അടങ്ങിയിരിക്ക്, ചുമ്മാ നീ. ദേഷ്യത്തിൽ ആകെ കത്തി നിൽക്കുന്ന ഹരിയെയും ചുറ്റും നടക്കുന്ന ഒന്നും മനസ്സിലാവാതെ മോളുടെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന മണിക്കുട്ടിയെയും മാറി മാറി നോക്കി ശ്രീധരൻ പറഞ്ഞു. ഹരി ബാ. മണിക്കുട്ടിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഹരിയുടെ അടുത്തേക്ക് പോകാൻ പെണ്ണ് കാറിയതും പൊന്നെ, വേണ്ട, അടങ്ങിയേ. അത്രയും കണ്ണുനീർ പൊഴിക്കുന്നതിനിടയിലും മണിക്കുട്ടി കുഞ്ഞിനെ കയറി വട്ടം പിടിച്ചു. അതേസമയം എല്ലാം കണ്ട് ദേഷ്യം പിടിച്ചു നിന്നവൻ ആൽബിയുടെ കൈയും തട്ടിമാറ്റി ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി നടക്കാൻ തുടങ്ങി. അരി പ്ലീസ് പോലെ, കല്യാണം കഴിച്ചാം. പുറത്തേക്കിറങ്ങാൻ വേണ്ടി പടി ചവിട്ടാൻ പോയവന്റെ കാലിൽ വട്ടം പിടിച്ച് കുഞ്ഞ് കരയുന്ന കണ്ടതും ഒരു നിമിഷം ഹരി വല്ലാതെ പകച്ചുപോയി. കയ്യിൽ വിളക്കും വെച്ച് സീത മുന്നിൽ നിൽക്കുന്നവരെ നോക്കി. ആൽബി കയ്യിൽ പിടിച്ചു നിൽക്കുന്നതും കൊണ്ട് മാത്രം അവിടെ നിൽക്കുന്നവനും മോളെയും കയ്യിലെടുത്ത് വട്ടം ചുറ്റിപ്പിടിക്കുന്നവളെ നോക്കിക്കൊണ്ട് അവരുടെ നോട്ടം കൈമൾ മാഷിന്റെ നേരെയായി. അദ്ദേഹത്തിനും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ മാഷ് മൗനം സ്വീകരിച്ചു. അദ്ദേഹം ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലാണെന്ന് ആ മുഖം കണ്ടാൽ തന്നെ അറിയാം. അദ്ദേഹം മാത്രമല്ല, നിൽക്കുന്ന എല്ലാവരും ഏതാണ്ട് അതേ അവസ്ഥയിലാണ്. കാരണം കുറച്ചു മുന്നേ വരെ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഈ പോയ നിമിഷങ്ങൾ കൊണ്ട് നടന്നു കഴിഞ്ഞിട്ടുള്ളത്. സീതേ, മാഷ് ഒരിക്കൽ കൂടി വിളിച്ചതും അവരൊന്ന് ഞെട്ടി. പിന്നെ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നവളെ നോക്കി. പൂവിനെ ഹരിയുടെ കൈ കൊടുക്കുമ്പോളെ, എന്നിട്ട് ഇതും വാങ്ങി കേറ്. അവർ വിളക്ക് അവൾക്ക് നേരെ നീട്ടി. നോ, നാം പോവൂല, വിളക്ക് നാം പിച്ചാം. സീത കേട്ടതും പെട്ടെന്ന് പെണ്ണിന്റെ മുഖം അങ്ങ് മാറി. അയ്യോ, വിളക്കാ മോളെ ഇത്, കുഞ്ഞിനിത് പിടിക്കാൻ പറ്റില്ല. പത്തും, കണ്ണുവിന് പിച്ച അറിയത്തില്ല, നിച്ചറിയാം അല്ലേ കണ്ണു? ആ ചോദ്യത്തിൽ നിന്ന് തന്നെ അറിയാം അവൾ എന്താ മറുപടി പ്രതീക്ഷിക്കുന്നതെന്ന്. വേണ്ട പൂവേ, ആവശ്യമില്ലാത്ത വാശിയൊന്നും വേണ്ട. മാഷ് കുഞ്ഞിനെ നോക്കി ദേഷ്യപ്പെട്ടു. നിച്ച് പിച്ചാൻ വേണം കണ്ണു, നിച്ച് പിച്ചണം. അവളുടെ കഴുത്തിൽ വട്ടം ചുറ്റിപ്പിടിച്ച് പെണ്ണ് ഒരൊറ്റ കാറലും കരച്ചിലുമായിരുന്നു. കരയല്ലേ പൊന്നെ, നമുക്ക് പിടിക്കാം. സീതമ്മ അതിന് തന്നെ, ഞങ്ങൾ പതിയെ പിടിച്ച് കേറിക്കോളാം. കുഞ്ഞ് കരയുന്ന കണ്ടതും അതുവരെ മിണ്ടാതെ പേടിച്ച് വെപ്രാളപ്പെട്ട് നിന്നവൾ പെട്ടെന്ന് അതൊക്കെ മറന്നുപോലെ സീതയെ നോക്കി പറഞ്ഞു. ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് തോന്നി സീത വിളക്ക് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോഴേക്കും കുഞ്ഞി പെണ്ണ് ചിരിച്ചുകൊണ്ട് ഒരു സൈഡിൽ പിടിച്ചതും വിളക്ക് ഒന്നുലഞ്ഞു. ഒപ്പം തിരി എണ്ണയിലേക്ക് താഴാനും പോയി. സൂക്ഷിച്ച്, വിളക്കണയും, വീഴും. ചുറ്റും നിന്ന് എല്ലാവരും ഓരോന്ന് പറഞ്ഞതും മണിക്കുട്ടി മോളെ ഒന്നും കൂടി പിടിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ എണ്ണ വീഴാതെ പയ്യെ നടന്നു. പക്ഷെ അപ്പോഴേക്കും സാരിയുടെ തുമ്പിൽ അവളൊന്ന് കാലു വെച്ചു. മതി പിടിച്ചത്. രണ്ടിന്റെയും കയ്യിലുള്ള വിളക്ക് ബലമായിട്ട് പിടിച്ചു വാങ്ങി ഹരി. കാരണം അപ്പോഴേക്കും അതുവരെ പല്ല് കടിച്ചു പിടിച്ചു നിന്നവന്റെ ദേഷ്യം അണപൊട്ടാൻ തുടങ്ങിയിരുന്നു. അരി മേന്ത, വിളക്ക് മേണം. ദേഷ്യത്തിൽ ഹരി വിളക്ക് വാങ്ങിപ്പോയത് ഒട്ടും ഇഷ്ടപ്പെടാത്ത പൂവ് അങ്ങോട്ട് കരയാൻ തുടങ്ങി. പൊന്നെ കരയല്ലേ, കണ്ടു പിന്നെ കുഞ്ഞിനെ വിളക്ക് തരാലോ. പറഞ്ഞുകൊണ്ട് അവൾ ആ കുഞ്ഞിനെ കളിപ്പിക്കാൻ നോക്കി. സത്യം? സത്യം. അതുവരെ കൂവിക്കൊണ്ടിരുന്നവൾ നിന്ന നിൽപ്പിൽ സഡൻ ബ്രേക്ക് ഇട്ട പോലെ കരച്ചില് നിർത്തി ചിരിച്ചു. ചുറ്റും കൂടി നിന്ന് എല്ലാവരും വല്ലാത്തൊരു അത്ഭുതത്തോടെയാണ് രണ്ടിനെയും നോക്കി നിൽക്കുന്നത്. ഇതിനിടയിൽ ദേഷ്യം പിടിച്ച് അകത്തേക്ക് പോയവന്റെ പിന്നാലെ ആൽബിയും പാഞ്ഞു ചെന്നിരുന്നു. മുറിയിലെത്തിയവൻ തലയ്ക്ക് താങ്ങി കുറച്ചു മുന്നേ നടന്നുപോയ കാര്യങ്ങൾ അറിയാതെ പോലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത പോലെ കണ്ണടച്ചിരിക്കുകയായിരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്ന നേരത്താണ് പൂവ് അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് കാലിൽ പിടിച്ച് കരഞ്ഞത്. പെട്ടെന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ മുന്നിൽ വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി എന്നുള്ളതായിരുന്നു സത്യം. മോള് പല കാര്യത്തിലും വാശി പിടിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടായിരുന്നു ഇങ്ങനത്തെ പ്രവൃത്തികളൊക്കെ. അതിന്റെ ഒരു പകപ്പ് അച്ഛനും തനിക്കും ചുറ്റും നിന്ന എല്ലാവർക്കും ഉണ്ടായി. കുഞ്ഞു വല്ലാതെ കരയാൻ തുടങ്ങിയതും എങ്ങനെയെങ്കിലും അവളെ വാരി വലിച്ചെടുത്ത് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോഴാണ് അവൾ തന്റെ കയ്യിൽ കടിച്ചിട്ട് വീണ്ടും മണിക്കുട്ടിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് കഴുത്തിൽ വട്ടം ചുറ്റി പിടിച്ച് അലറി കരയാൻ തുടങ്ങിയത്. എന്താ ചെയ്യേണ്ടതെന്നോ എങ്ങനെയാ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണമെന്നോ
ഒന്നും അറിയാതെ നിൽക്കുന്ന സമയത്താണ് അവളുടെ അമ്മ പിന്നെയും അവിടേക്ക് ഇരച്ചു കയറിയ പോലെ വന്ന് മുന്നിൽ നിന്നത്. നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായതാണെങ്കിൽ രഹസ്യക്കച്ചവടം നടത്താതെ താലി കെട്ടി കൂടെ കൊണ്ടുപോയി പൊറപ്പിക്കടാ എന്നൊക്കെ അവരെല്ലാവരും കേൾക്കെ പറഞ്ഞതും ഒരു നിമിഷം കാര്യങ്ങൾ കൈവിട്ടുപോയി. അവരുടെ വൃത്തികെട്ട നാവിന് മറുപടി കൊടുക്കാൻ പോയ താൻ കാണുന്നത് ദേവസ്വത്തിൽ നിന്നും താലിയും വാങ്ങി മുന്നിൽ വന്ന് നിൽക്കുന്ന അച്ഛനെയാണ്. മുഹൂർത്തവും സമയവും ഒന്നും നോക്കണ്ട, അവളുടെ കഴുത്തിൽ താലി കെട്ട് ഹരി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് പറയാതെ പറഞ്ഞുപോയ ഭാവങ്ങളൊക്കെയും കണ്ട് ആ നിമിഷത്തിന്റെ ഒരു തോന്നലിൽ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി താലി കെട്ടുകയായിരുന്നു താൻ. മോളെയും ഒക്കത്തെടുത്തു വെച്ച് നിന്നവൾക്ക് കാര്യം എന്തെങ്കിലും മനസ്സിലാകും മുന്നേ തന്നെ താൻ താലി അവളുടെ കഴുത്തിലേക്ക് എടുത്തു വെച്ചതും ആദ്യത്തെ കെട്ടിനപ്പുറം ബാക്കിയൊക്കെ കുരുക്കിയത് മോളായിരുന്നു. ഞാൻ നൂല് റൗണ്ട് റൗണ്ട് വെക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുവരെ പലരും പറഞ്ഞ് പലതും കേട്ട് രോഷം കൊണ്ടുവന്ന താൻ അപ്പോഴത്തെ ആ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ അങ്ങ് ചെയ്തുപോയി. ഒരു വാക്കെങ്കിലും അവളോട് അഭിപ്രായം ചോദിക്കാതെ തന്നെ ചുറ്റും കൂടി നിന്നവർക്കൊക്കെ അതൊരു കാഴ്ചയായിരുന്നു. ഒരുപക്ഷെ ആദ്യമായിട്ടാകും അങ്ങനെ ഒരു താലികെട്ട് അവരെല്ലാം കാണുന്നത് തന്നെ. സാധാരണ കുഞ്ഞുങ്ങളുള്ളവർ കുഞ്ഞിനെ അടുത്ത് നിർത്തി താലി കെട്ടുന്നതൊക്കെ കണ്ടു നിന്നിട്ടുള്ളവർക്ക് ആദ്യമായിട്ടാകും പെണ്ണ് കുഞ്ഞിനെയും എടുത്തു വെച്ച് അവളുടെ കൈകൊണ്ട് താലി കെട്ടുന്നത് കാണുന്നത്. ഒരുപക്ഷെ നടന്ന കാര്യങ്ങൾ ഓരോന്നും ഓർക്കുന്തോറും ഹരിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ആ നേരത്താണ് ആൽബി അകത്തേക്ക് ചെന്ന് അവന്റെ തോളിൽ കൈവെക്കുന്നത്. ഹരി, ഡാ, എടാ നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. ഞാൻ ഞാനിത് എന്തൊക്കെയാടാ ആൽബി ചെയ്തു കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടണേ എല്ലാവരും. നന്ദി.